ഈ ഓടകളുടെ പണി കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാലാരിവട്ടത്ത് വെച്ചാണ് ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് യുവതിയുടെ കാല് ആ സ്ലാബിനിടയിൽ കുരുങ്ങി അവർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ നേരം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ നേരം അവർക്ക് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വന്നു. അതിനുശേഷം സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് അവരെ കാല് പുറത്തെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിരവധി തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ നമ്മൾ പനമ്പള്ളിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കലൂരിലും ഇതിന് സമാനമായ രീതിയിലുള്ള അപകടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല. ഒരു പരിഹാരത്തിന് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചില ഇടങ്ങളിൽ ഓടകൾ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അത് ഏത് നിലയിൽ ഈ ഇതിലേക്കൂടെ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ റോഡിലൂടെ എങ്ങനെ മനസ്സുറച്ച് നടക്കാൻ കഴിയും എന്നുള്ള ചോദ്യം തന്നെയാണ് സാമാന്യ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇത് നിരവധി തവണ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. എബി, നിലവിൽ എങ്ങനെയാണ് ഇവരുടെ അവസ്ഥ? അതായത് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഇവരെ കാൽ പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇവരുടെ കാലിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സ്ലാബ് മാറ്റി അവരെ ആശുപത്രിയിൽ എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചികിത്സ അനിവാര്യമായിരുന്നു. ആ നിലയ്ക്കുള്ള നടപടികളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഈ വീഴ്ച എന്ന് പറയുന്നത് അത് സാരമായി തന്നെ അത് നടന്നു വരുന്ന ഒരിക്കലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ അപകടം തന്നെയാണ്. അതപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില ഒരു പേടി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്ലാബിനിടയിൽ കാല് കുരുങ്ങിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ വേദന ഉൾപ്പെടെ ശക്തമായ രീതിയിലുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടുണ്ട്. പാലാരിവട്ടത്താണ് സ്ലാബിനടിയിൽ കാൽനട യാത്രക്കാരിയുടെ കാല് കുടുങ്ങിയത്. എന്തായാലും വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സ്ലാബ് മാറ്റി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.